സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പുത്തൂരിൽ റിട്ടയർഡ് പ്രിൻസിപ്പലിന്റെ വീട്ടിൽ നടന്ന മോഷണ ശ്രമം. സാധാരണയായി ക്രിമിനൽ സംഘങ്ങളോ അന്തർ സംസ്ഥാന മോഷ്ടാക്കളോ ആണ് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടാറുള്ളതെങ്കിൽ ഇവിടെ പിടിയിലായിരിക്കുന്നത് ഒരു യുവ ദമ്പതികളാണ് എന്നത് സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 84 വയസ്സുള്ള വയോധികനെയും ഭാര്യയെയും ആക്രമിച്ച് പണം തട്ടാൻ ശ്രമിച്ച ഈ സംഭവം വയോധികരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുന്നു. ഡിസംബർ 17-ാം തീയതി പുത്തൂർ മുതുരുവിലെ ശാന്തമായ അന്തരീക്ഷത്തെ ആഴ്ത്തിക്കൊണ്ടാണ് ആ സംഭവം അരങ്ങേറുന്നത്. റിട്ടയർഡ് പ്രിൻസിപ്പലായ AV നാരായണൻ ഭാര്യയും അർദ്ധരാത്രിയിൽ ഗാഠനിദ്രയിലായിരുന്നു. ഏകദേശം 12 മണിയോടെയാണ് വീടിന്റെ പിൻവാതിലൂടെ 2 പേർ അകത്തേക്ക് അതിക്രമിച്ചു കയറിയത്. ഹെൽമറ്റ് ധരിച്ച മുഖം പൂർണ്ണമായി മറച്ച നിലയിലായിരുന്നു അക്രമികൾ. പ്രായമായ ദമ്പതികൾ മാത്രമാണ് വീട്ടിലുള്ളതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഇവർ എത്തിയത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർക്കാനോ അല്ലെങ്കിൽ അത് ശരിയായി അടച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനോ ഉള്ള മുൻകരുതൽ ഇവർ എടുത്തിരുന്നു. മുറിയിലെത്തിയ അക്രമികൾ ആയുധങ്ങൾ കാട്ടി അവരെ ഭീഷണിപ്പെടുത്തി. അലമാരയുടെ താക്കോൽ നൽകാനും പണവും സ്വർണം കൈമാറാനുമായിരുന്നു ആവശ്യം. എന്നാൽ 84 വയസ്സുകാരനായ നാരായണനും ഭാര്യയും ഈ ഭീഷണിക്ക് മുന്നിൽ പതറാതെ നിലകൊണ്ടു. അക്രമികളെ ഭയന്ന് വിട്ടുനിൽക്കുന്നതിന് പകരം തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തീർക്കാൻ ആ വയോധിക ദമ്പതികൾ തീരുമാനിച്ചു. ഇതോടെ വീടിനുള്ളിൽ ഒരു പിടിവലി അരങ്ങേറി. മൽപിടുത്തത്തിനിടയിൽ നാരായണയുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റു. ശാരീരികമായ അവശതകൾ ഉണ്ടായിട്ടും തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ അക്രമികളെ അവർ ശക്തമായി എതിർത്തു. ദമ്പതികൾ ഉറക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടെ അയൽവാസികൾ ഉണരുമെന്നും തങ്ങൾ പിടിക്കപ്പെടുമെന്നും അക്രമികൾ ഭയന്നു. ഇതോടെ മോഷണം എന്ന ലക്ഷ്യം ഉപേക്ഷിച്ച് യാതൊരു വസ്തുക്കളും കൈക്കലാക്കാതെ വന്ന വഴിയിലൂടെ തന്നെ അവർ ഇരുളിലേക്ക് മറഞ്ഞു. സംഭവം നടന്ന ഉടൻ തന്നെ വിവരം പുത്തൂർ കസബ പോലീസിൽ അറിയിച്ചു. പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മോഷണം നടന്നില്ലെങ്കിലും വയോധികരെ ആക്രമിച്ചു എന്നത് ഗൗരവകരമായ കുറ്റമായാണ് പോലീസ് കണ്ടത്. പ്രദേശത്തെ വിവിധ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് ധരിച്ച 2 പേർ ഒരു മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഈ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റും സഞ്ചാരപഥവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് നയിച്ചത്. മൊബൈൽ ടവർ ലൊക്കേഷനുകളും കോൾ റെക്കോർഡുകളും പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായ രീതിയിൽ കാർത്തിക് റാവുവിന്റെയും ഭാര്യയുടെയും സാന്നിധ്യം പോലീസ് കണ്ടെത്തി. നാട്ടുകാർക്കും പോലീസിനും ഒരുപോലെ അത്ഭുതം നൽകുന്നതായിരുന്നു പ്രതികളുടെ തിരിച്ചറിയൽ. മുതുരു സ്വദേശികളായ കാർത്തിക് റാവു, ഭാര്യ K സ്വാതി റാവു എന്നിവരാണ് പ്രതികളെന്ന് സ്ഥിരീകരിച്ചതോടെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. ആദ്യഘട്ടത്തിൽ കുറ്റം നിഷേധിച്ചെങ്കിലും പോലീസ് ശേഖരിച്ച തെളിവുകൾക്ക് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കടബാധ്യതകളോ പെട്ടെന്ന് പണക്കാരനാകാനുള്ള മോഹമോ ആകാം ഇത്തരം ഒരു കടുംകൈക്ക് ഇവരെ പ്രേരിപ്പിച്ചതെന്നും കരുതപ്പെടുന്നു. പ്രതികൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ പോലീസ് കണ്ടുകെട്ടി. കൂടാതെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഹെൽമറ്റും തെളിവായി കോടതിയിൽ ഹാജരാക്കും. ഈ സംഭവം കേരളത്തിന്റെയും കർണാടകയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ വയോധികർ നേരിടുന്ന സുരക്ഷാ ഭീഷണികളെ വീണ്ടും സജീവ ചർച്ചയാക്കി മാറ്റുന്നു. മക്കളും ബന്ധുക്കളും വിദേശത്തോ മറ്റ് നഗരത്തിലോ ആയതിനാൽ വയോധികർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ ക്രിമിനലുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അയൽപ്പക്കത്തുള്ളവരോ അല്ലെങ്കിൽ നാട്ടുകാർ തന്നെയോ ഇത്തരം ക്രൂരതയ്ക്ക് മുതിരുന്നത് സാമൂഹികമായ പ്രശ്നത്തിന്റെ ലക്ഷണമാണ്. അപരിചിതരെ മാത്രമല്ല പരിചിതരായവരെ പോലും സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസും ജനമൈത്രി സമിതികളും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വീടിന്റെ പുറംഭാഗങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കും. വയോധികർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുടെ വിവരം അയൽവാസികളും പോലീസും അറിഞ്ഞിരിക്കണം. അതിക്രമികൾ കയറാൻ ശ്രമിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാക്കുന്ന സെൻസർ അലാറങ്ങൾ സ്ഥാപിക്കുന്നതും ഗുണകരമാണ്. AV നാരായണൻ എന്ന റിട്ടയർഡ് പ്രിൻസിപ്പലിന്റെ വീട്ടിൽ നടന്നത് വലിയൊരു ദുരന്തമാകേണ്ടിയിരുന്ന സംഭവമായിരുന്നു. ആ വയോധിക ദമ്പതികളുടെ മനോധൈര്യവും പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടലുമാണ് പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിച്ചത്. കാർത്തിക് റാവുവിനെയും സ്വാതിയെയും പോലുള്ള യുവതലമുറയിലെ ആളുകൾ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നത് ഗൗരവകരമായി കാണണം. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ നൽകുന്നതിലൂടെ മാത്രമേ സമൂഹത്തിലെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ സാധിക്കൂ. പ്രായമായവരെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു സംസ്കാരത്തിന്റെ ബാധ്യതയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പുത്തൂർ സംഭവം.